റൈറ്റ് സർ? അപ്പൊ ദാ ഫേവറേറ്റ് വേണുചേട്ടനെ ഞാൻ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ഒരാളെ കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും. എന്നാലാണല്ലോ അത് പൂർണ്ണമാവുക. അതെ തീർച്ചയായിട്ടും. ഹിമമഴയായി മലയാള സംഗീത ലോകത്തേക്ക് വന്ന ആ പാട്ടുകാരി. ഇനിയിപ്പോ കൂടുതൽ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ. ഹി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക്. ആളെയല്ലേ ആ സുന്ദരി കുട്ടി, സുന്ദരി ചേച്ചി, നമ്മുടെ സ്വന്തം നിത്യ ചേച്ചി. ഓക്കേ സോ ലെറ്റ്സ് വെൽക്കം നിത്യ ചേച്ചി. ഹിമമഴയായി വരും ഹൃദയം കണിവിരലായി തൊടും മിഴിയിലയിൽ സദാ പ്രണയം മഷിയെഴുതും. ഹലോ പാറു. ഹായ്. ഞങ്ങൾക്ക് മുന്നേ പരിചയമുണ്ട്. അതെ അതെ നമുക്ക് പരിചയമുണ്ട്. ശരത് സാർ. യെസ്. How are you? I'm fine yaar. മാമാ. ആ എന്തുണ്ട് മാമാ വിശേഷം? സുഖങ്ങളൊക്കെ തന്നെ. നമ്മൾ ശരത് സാറിനെ ഇപ്പൊ നമ്മള് റീസെന്റ് കണ്ടത് എയർപോർട്ടിലാണ് അല്ലേ? ശരത് സാർ മിക്കവരെയും കാണുന്ന എയർപോർട്ടിലാണ്. എയർപോർട്ട് സെലിബ്രിറ്റി, എയർപോർട്ട് മാനേജറാ. നമ്മളല്ലല്ല, നമ്മുടെ റൂമിലാണ് നമ്മൾ കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ട് നീ വിട്ടു. അതാണ് ലാസ്റ്റ് കണ്ടത്. അത് പറ്റിക്കുകയും ചെയ്തു. കഴിക്കാൻ തന്നില്ലേ? അല്ല ഇത് ഏതോ ഒരു സ്ഥലം പറഞ്ഞു, ഇവിടെ അല്ല, അത് ഏതോ മധുരയ്ക്ക് അടുത്ത്. അവിടെ പോയി നമുക്ക് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ചേട്ടാ ഒറ്റ പോക്ക് പോയതാ. വേണുചേട്ടാ. ഹായ് നിത്യ. ഹായ്. എങ്ങനെയുണ്ട് നിങ്ങളെ? ഒരു നീണ്ടൊരു യാത്ര കഴിഞ്ഞു വന്നേ ഉള്ളൂ. അയർലൻഡ്. We had a wonderful time. എനിക്ക് തോന്നുന്നു വേണുചേട്ടന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു. അതാ നിത്യ എന്നെ വിളിച്ചു പറഞ്ഞല്ലോ കുറെ പന്ന പടം എടുക്കേണ്ടി വന്നെന്ന്. വേണുചേട്ടനാണ് സൂപ്പർ. ഞാനൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയി, കാരണം ആ പോസ് ചെയ്യുന്ന രീതിയും സ്പെഷ്യൽ പോസറിനെ കാണിച്ച ഇത് മതിലാന്ന് വിചാരിക്കാട്ടോ. അല്ല വേണിച്ചേട്ടൻ കൃഷ്ണന്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അല്ല വേണിച്ചേട്ടൻ എന്താ മതില് വേണോ ചാരി നിൽക്കാൻ? ഇല്ലല്ല, ചാരി നിൽക്കുന്ന ഒരു സ്പെഷ്യൽ പോസ്. അത്ര വയസ്സൊന്നും ആയില്ലല്ലോ വേണിച്ചേട്ടൻ. അതല്ല ചേർത്തെ, അവിടെ ഭയങ്കര തണുപ്പ്. വീണ്ടും നമ്മൾ എവിടെ പോയാലും തണുപ്പാ. എവിടെ പോയാലും മിനിമം മതിലിനെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്. അല്ല പക്ഷേ യു ആർ ഹോട്ട് വേണിച്ചേട്ടൻ. ഓക്കെ നിത്യ ചേച്ചി, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പുതിയ പാട്ടുകൾ ഏതൊക്കെയാണ്? നല്ല വിശേഷം. ഇങ്ങനെ ലേറ്റസ്റ്റ് മൂവി ബെസ്റ്റ് ആണ് ചിത്രത്തിന്റെ പേര്. ഔസിപ്പച്ചൻ സാറിന്റെ സംഗീതം. അപ്പോൾ അതിലും പടം കഴിഞ്ഞതിൽ ഒരുപാട് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതും ലെജൻസിനൊപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പാട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ റെക്കോർഡിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നിതീഷിനെ പാട്ട് പാടാതെ വിടാൻ പറ്റില്ല. നിത്യശ്രീയോ? നിത്യ ചേച്ചീനെ. ഞാൻ നിത്യശ്രീയെ പാട്ട് പാടാതെ വിടാൻ പറ്റുന്ന ഞാനത് പെട്ടെന്ന് ആള് മാറി. ചെവി ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോവാട്ടോ. ചെവിക്കായ ഉണ്ടെന്ന് തോന്നുന്നു. നിത്യശ്രീയിൽ നിന്ന് വിളിച്ചുള്ളൂ, എന്നെ മാമാന്നല്ല വിളിക്കുന്നത്. അത് മാത്രമല്ല, ആദ്യമായിട്ട് ഞാൻ ശരത് സാറിനെ സംസാരിക്കുന്ന ഫോണിൽ കൂടെയാണ്. അതായത് കാണുന്നതിനൊക്കെ മുന്നേ നേരിട്ട് കാണാൻ ആ സമയത്ത് ഭാഗ്യം ഉണ്ടായില്ല, പേടി വരുന്നു വരയ്ക്കും. പക്ഷെ ശരത് സാറിന്റെ കൂടെ ഇങ്ങനൊരു ഡുവറ്റ് പാടാൻ നമുക്ക് അവസരം കിട്ടി. സീതാരാമം ആ ഒരു പടത്തില് ഒരു മലയാളം വേർഷൻ, ഹേ രാമ ഹേ സീത, അതിന്റെ മലയാളം വേർഷൻ പെൺപൂവേ തേൻ വണ്ടിന്ന്. അപ്പോൾ അത് ആ ഒരു പാട്ട് പാടിയത് ശരത് സാറിന്റെ ഒപ്പമാണ്. അപ്പൊ നമ്മൾ ഡുവറ്റ് അങ്ങനെ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കണം. അപ്പൊ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞു സിംഗർ ശരത് ആണ് പാടുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ക്ലിക്കായില്ല ശരത് സാർ ആണെന്ന്. അപ്പോൾ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത്, എന്റെ അമ്മോ ഇത് നമ്മുടെ സ്വന്തം അല്ലെന്ന്. ശരത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അല്ല ഓർമ്മ വരേണ്ടത്. ഞാൻ ജനിച്ചു വീണ്ടുണ്ട് ശരത് സാർ ജനിച്ചേക്കുന്നത്. അങ്ങനെയാണോ അമ്മ പറഞ്ഞത്? ശരത് എന്ന് പറഞ്ഞ ഉടനെ പിടിക്കണ്ടേ? അപ്പോൾ ഞാൻ വിളിച്ചു. എന്നിട്ട് ശരത് സാറിനെ വിളിച്ചിട്ട് എങ്ങനെയോ നമ്പറൊക്കെ ആരോ ചോദിച്ച് മേടിച്ചാണ്. അപ്പൊ ശരത് സാറിനെ വിളിച്ചു. ഹലോ ശരത് സാർ, എന്റെ പേര് നിത്യ മാമൻ. ഏത് മാമൻ? എവിടുത്തെ മാമൻ? ഞാനൊരു മാമനോട് സംസാരിക്കൂല. അപ്പൊ ഒന്ന് പേടിച്ചു. സാർ ഞാൻ നമ്മള് ഡുവറ്റ് പാടി. ഏത് ഡുവറ്റ്? അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പക്ഷെ അത് സാറിന്റെ ഒപ്പം പാടാൻ കഴിഞ്ഞതിലൊരു again ഒരു one of my greatest blessings in my life. ചേച്ചി, നമ്മുടെ സൂപ്പർ സ്റ്റാർസ്. ഹലോ
ചക്രമുത്തുകളാണ്. ഞാൻ എല്ലാവരുടെയും പെർഫോമൻസ് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ബിഗ് ഫാൻസ് കേട്ടോ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ പാട്ട് കേക്കാം. ചേച്ചി എന്തായാലും വേണുചേട്ടൻ മറ്റേ മലയുടെ മേളിലൊക്കെ പോയി തണുപ്പൊക്കെ കൊണ്ട് കാശ്മീരിൽ പോയിട്ട് വന്നേക്കാണ്. അതെ, അത് സ്പെഷ്യൽ സോങ്. ചേച്ചിയുടെ ഫസ്റ്റ് സോങ് തന്നെ നമുക്ക് അതും ചിത്രീകരിച്ചത് ആക്ച്വലി കാശ്മീരിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് കറക്റ്റ് പാട്ട് ഒന്നും കൂടെ ആ ഓർമ്മകളിലേക്ക് പോയിക്കോളൂ വേണ്ട. എസ്പെഷ്യലി വേണുചേട്ടനും ചേച്ചിക്കും വേണ്ടിയും സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ശിശിരമേ പതിയെ നീ തഴുകവേ എന്നിലകളെ പെയ്തു ഞാൻ ആർദ്രമായി നെറുകയിൽ ഞൊടിയിൽ നീ മുകരവേ ഞാൻ വിടരുമേ വാർമയിൽ പീലി പോ ഒരേ ചിറകുമായി ആയിരം ജന്മവും കെടാതുണരണേ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺ ചെന്നിടാതെ എൻ വളരെ വെരി ഹാപ്പി. ഓക്കെ നിത്യ ചേച്ചി, അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച്.